ചിലപ്പോഴേക്ക് തോന്നിയിട്ടുണ്ടോ കൂടെയുള്ളവരെല്ലാവരും ജയിച്ചു കയറുമ്പോൾ ഞാൻ മാത്രം ഒരേ സ്ഥലത്ത് തന്നെയാണെന്ന്? എല്ലാവരും അവരുടെ ലക്ഷ്യങ്ങളിൽ എത്തിക്കഴിഞ്ഞു. അവർ പുതിയ വണ്ടികൾ വാങ്ങുന്നു, വീട് വെക്കുന്നു, ജീവിതം ആഘോഷിക്കുന്നു. പക്ഷെ ഞാൻ മാത്രം ഇപ്പോഴും അതേ ആ പഴയ മുറിയിൽ അതേ പഴയ ചിന്തകളുമായി പരാജയത്തിന്റെ കയ്പിനീരും കുടിച്ചിരിക്കുകയാണ്. എത്ര ശ്രമിച്ചിട്ടും എത്ര വിയർപ്പൊഴുക്കിയിട്ടും ഒരു മാറ്റമില്ലാത്ത അവസ്ഥ. മറ്റുള്ളവരുടെ കയ്യടികൾ ദൂരെ നിന്ന് കേൾക്കുമ്പോൾ ഉള്ളിൽ വിങ്ങിപ്പൊട്ടുന്ന ഒരു നിശബ്ദതയുണ്ട്. ആരും കാണാതെ തലയിണയിലും മുഖം അമർത്തിക്കരിഞ്ഞ് രാത്രികൾ നിനക്കുണ്ടായിരിക്കാം. എനിക്ക് മാത്രമേ എന്താണിങ്ങനെ എന്ന് ദൈവത്തോട് ചോദിച്ച നിമിഷങ്ങളുണ്ടായിരിക്കാം. പക്ഷേ ഇന്ന് ഈ നിമിഷം ഒന്ന് ഉറപ്പിച്ചു വിശ്വസിച്ചോ, ഇത് നിന്റെ പരാജയമല്ല, ഇത് നിന്റെ കഥയുടെ അവസാനവുമല്ല, ഇത് നിന്റെ വലിയൊരു തുടക്കം മാത്രമാണ്. കാലം നിന്നെ മാറ്റി നിർത്തിയിരിക്കുന്നത് മറ്റുള്ളവരുടെ കൂടെ തോറ്റുപോകാൻ വേണ്ടിയല്ല, മറിച്ച് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒറ്റയ്ക്ക് ജയിച്ചു കയറാൻ വേണ്ടിയാണ്. The two most powerful various are patience and time. ലോകപ്രശസ്ത എഴുത്തുകാരനായ ലിയോ ടോൾസ്റ്റോയ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ 2 യോദ്ധാക്കൾ ക്ഷമയും സമയവുമാണെന്ന്. നമ്മളിൽ പലരും ആദ്യത്തെ പരീക്ഷണത്തിൽ തന്നെ തകർന്നു പോകുകയാണ്. എന്നാൽ യഥാർത്ഥ പോരാളിക്കറിയാം, സമയത്തിന് മുമ്പോ ആവശ്യത്തിന് മുമ്പോ ഒന്നും സംഭവിക്കില്ലെന്ന്. നിനക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന പലതും ഇതിലും മികച്ച രീതിയിൽ നിനക്ക് മുന്നിലേക്ക് കാലം തിരികെ എത്തിക്കും. ആ സമയം അത്രയും നീ കാണിക്കേണ്ടത് ഒരേ ഒരു കാര്യമാണ്, അടങ്ങാത്ത ക്ഷമ. ഒരു കുഞ്ഞു വിത്ത് അത് മണ്ണിൽ കിടക്കുമ്പോൾ പുറത്തു നിന്ന് നോക്കുന്ന ഒരാൾക്ക് തോന്നും അത് നശിച്ചു പോവുകയാണെന്ന്. അതിന് ചുറ്റും ഇരുട്ടാണ്, കാറ്റോ വെളിച്ചമോ ഇല്ലാത്തൊരവസ്ഥ. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അത് നശിക്കുകയില്ല, മറിച്ച് പുതിയൊരു ജീവനായി മുളച്ചു പൊന്താൻ ആവശ്യമായ കരുത്ത് ശേഖരിക്കുകയാണ്. അതിന് വേരുകൾ ആരും കാണാതെ മണ്ണിലേക്ക് ആയി നിറങ്ങുകയാണ്, അടിത്തറ ശക്തമാക്കുകയാണ്. നിന്റെ ജീവിതത്തിലും ഇപ്പോൾ ഇരുട്ടാണെങ്കിൽ, നീ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, നീ തകർന്നു പോയതല്ല, നീ നടക്കപ്പെടുകയാണ് ചെയ്തത്. യു ആർ നോട്ട് ബെരിയഡ്, യു ആർ പ്ലാന്റഡ്. ഈ ഇരുണ്ട നാളുകളാണ് നാളെ വരാൻ പോകുന്ന വൻ മരത്തിന്റെ അടിത്തറ. ഇന്ന് നീ അനുഭവിക്കുന്ന ഈ വേദന നാളെ നിന്റെ വിജയത്തിന്റെ ആയുസ് കൂട്ടാൻ പോകുന്ന കരുത്താണ്. വേരുകൾ ആഴത്തിൽ പോകാത്ത ഒരു മരവും കൊടുങ്കാറ്റിൽ അവശേഷിക്കാറില്ല. ലാവോസോ പറഞ്ഞ മനോഹരമായൊരു വാചകമുണ്ട്, പ്രകൃതി ഒരിക്കലും ഒന്നിനും ധൃതി കൂട്ടാറില്ല, എങ്കിലും അവിടെ എല്ലാം കൃത്യസമയത്ത് നടക്കുന്നുണ്ട്. ഒരു വസന്തവും വൈകി വന്നിട്ടില്ല, ഒരു പൂവും വിരിയാതിരുന്നിട്ടില്ല. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഒരു സമയമുണ്ട്. പിന്നെന്തിനാണ് നീ മാത്രം ഇത്രയധികം ആകുലപ്പെടുന്നത്? നിന്റെ വളർച്ച മറ്റുള്ളവർ കാണുന്നില്ലെന്ന് കരുതി നീ തോറ്റുപോയി എന്ന് അർത്ഥമില്ല. നിശബ്ദമായി നിന്റെ വേരുകൾ വളരട്ടെ. പുറത്തേക്ക് കാണിക്കുന്നതിനേക്കാൾ മുമ്പ് ഉള്ളിലാണ് ശക്തമാകേണ്ടത്. മാറ്റങ്ങൾ പെട്ടെന്ന് സംഭവിക്കുന്നതല്ല. ഇന്ന് ജയിച്ചു നിൽക്കുന്നവരുടെ ഒപ്പമുള്ള ചിത്രങ്ങൾ മാത്രം കണ്ട് നീ നിന്റെ ഇന്നത്തെ അവസ്ഥയെ താരതമ്യം ചെയ്യരുത്. അവർ ആരും കാണാതെ എത്രയോ രാത്രികളിൽ ഈ മണ്ണിൽ കിടന്ന് വെന്തൊരുകിയിട്ടുണ്ട്. നിന്റെ അധ്വാനം കാണാൻ ഇന്ന് ആരും കാണില്ല. നിന്റെ പരീക്ഷണങ്ങൾ വിജയിക്കാത്തപ്പോൾ കൂടി നിൽക്കാൻ ആരും ഉണ്ടാകില്ല. പക്ഷെ ഓർക്കുക, നീ ഒറ്റയ്ക്കാണ് മണ്ണിലേക്ക് വീണത്. നീ ഒറ്റയ്ക്ക് തന്നെ വേണം മുളച്ചു വന്നാൻ. നിന്നുള്ള വിശ്വാസം കൈവിടാതിരിക്കുക. കാലം അതിൻ്റെ കണക്കുകൾ ഒരിക്കലും തെറ്റിക്കാറില്ല. നിന്റെ വസന്തത്തിനായുള്ള കാത്തിരിപ്പിലാണ് നീ ഇപ്പോൾ. തളരാതെ മുന്നോട്ട് പോകുക. നിന്റെ സമയം അടുത്ത് തന്നെ വരുന്നുണ്ട്. നമുക്ക് നവാസുദ്ദീൻ സിദ്ദീഖിയുടെ ജീവിതം ഒരു പാഠമാക്കാം. വർഷങ്ങളോളം മുംബൈ നഗരത്തിലെ തെരുവുകളിൽ അദ്ദേഹം അലഞ്ഞു തിരിഞ്ഞു. സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ, പലപ്പോഴും ഒരൊറ്റ ലൈൻ ഡയലോഗ് പോലും ഇല്ലാത്ത കൂട്ടത്തിൽ നിൽക്കുന്ന വേഷങ്ങൾ, പട്ടിണിയും പരിവട്ടവുമായി കയ്യിൽ അടുത്ത നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ ജീവിക്കുമ്പോഴും അദ്ദേഹത്തിന് ഒരൊറ്റ ഉറപ്പുണ്ടായിരുന്നുള്ളൂ, തൻ്റെ ഉള്ളിലെ കലയ്ക്ക് ഒരു ദിവസം കാലം വിലയിടും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 1 വർഷമല്ല, 2 വർഷമല്ല, നീണ്ട 12 മുതൽ 15 വർഷത്തോളമാണ് അദ്ദേഹം ഒരു വലിയ അവസരത്തിനായി കാത്തിരുന്നത്. സുഹൃത്തുക്കളും കൂടെയുള്ളവരും വലിയ നിലകളിൽ എത്തിയപ്പോഴും അദ്ദേഹം ആരും കാണാതെ ജൂനിയർ ആർട്ടിസ്റ്റായി നടന്നു. ഒടുവിൽ അദ്ദേഹത്തിന് സമയം വന്നു. ഗാങ്സ് ഓഫ് വസേപൂർ എന്ന സിനിമയിലൂടെ അദ്ദേഹം ലോകത്തിന് മുന്നിലേക്ക് ഉയർന്നു വന്നു. ഇന്ന് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച, ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള നടന്മാരുടെ പട്ടികയിലാണ് നവാസുദ്ദീൻ സിദ്ദീഖിയുടെ പേര്. അദ്ദേഹം തൻ്റെ കഠിനമായ ആ നാളുകളെ കുറിച്ച് പറഞ്ഞ മനോഹരമായൊരു വാചകമുണ്ട്, 12 വർഷം കൊണ്ട് ഒരു കുപ്പത്തൊട്ടിയുടെ ഭാഗതയും വരെ മാറും. ഞാൻ അപ്പോഴും ഒരു മനുഷ്യനല്ലേ, എന്റെ സമയം വരാതിരിക്കുമോ? അതെ, ഒരു കുപ്പത്തൊട്ടിയുടെ സ്ഥാനം പോലും കാലം മാറ്റിമറിക്കുമെങ്കിൽ
നിന്റെ ഈ ആത്മാർത്ഥമായ അധ്വാനത്തിന് കാലം മറുപടി തരാതിരിക്കുമോ? നവാസുദ്ദീൻ സിദ്ദീഖിയുടെ ജീവിതം നിനക്കുള്ളൊരു മറുപടിയാണ്. നിനക്കിന്ന് പ്രായം കൂടുന്നു എന്ന് ഓർത്ത് വിഷമമുണ്ടാകാം, കരിയർ തുടങ്ങാൻ വൈകുന്നു എന്ന് തോന്നി നിരാശ തോന്നാം. പക്ഷേ ഓർക്കുക, ഓരോരുത്തരുടെയും വിജയത്തിന്റെ സമയം വ്യത്യസ്തമാണ്. ചിലർ 22-ാം വയസ്സിൽ വലിയ നിലയിലെത്തും, പക്ഷേ 30-ാം വയസ്സിൽ അവർക്കത് നഷ്ടപ്പെടാം. ചിലർ 40-ാം വയസ്സിലായിരിക്കും തങ്ങളുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരുടെ വിജയത്തിന്റെ വേഗത കണ്ട് നീ നിന്റെ ജീവിതത്തെ അളക്കരുത്. നിന്റെ പോരാട്ടം നീ തുടരുക. In silence, let your success make the noise. They laugh at your dreams today, but tomorrow they will ask for your autograph. Your time will come. സമയം വരുമെന്ന് കരുതി ചുമ്മാ ഇരുന്നിട്ട് കാര്യമില്ല. അവസരങ്ങൾ വരുമ്പോൾ അതിനെ ഇരുട്ടിക്കൊട്ടാൻ നീ പ്രാപ്തനായിരിക്കണം. നീ നടത്തുന്ന ഓരോ പരിശ്രമവും നാളെ നിന്റെ ഭാഗ്യമായി മാറും. അതുകൊണ്ട് സ്വയം ചെത്തി വിളിക്കുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം നീ സ്വയം ഒന്ന് വിലയിരുത്തുക. നീ കടന്നുപോയ വഴികൾ എത്ര കഠിനമായിരുന്നു, എന്നിട്ട് നീ ഇവിടെ വരെ എത്തിയില്ലേ? തളർന്നുപോയ ലക്ഷക്കണക്കിന് ആളുകൾക്കിടയിൽ നിന്ന് നീ എപ്പോഴും ഈ വാക്കുകൾ കേൾക്കുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം നിന്റെ ഉള്ളിലെത്തി കെട്ടുപോയിട്ടില്ല എന്ന് തന്നെയാണ്. നിന്നെ തളർത്താൻ നോക്കിയ സാഹചര്യം കൊണ്ട് ഉറക്കെ പറയുക, ഞാൻ വീണിട്ടില്ല, ഞാൻ വിശ്രമിക്കുകയാണ്. ഒരു കൊടുങ്കാറ്റ് വരുന്നതിന് മുമ്പ് പ്രകൃതി പോലും ശാന്തമാകാറുണ്ട്. ആ നിശബ്ദതയാണ് ഇപ്പോൾ നിന്റെ ജീവിതത്തിലുള്ളത്. കാത്തിരിക്കുക, കൊടുങ്കാറ്റായി മാറി മറിയാൻ പോകുന്ന നിന്റെ ആ സമയത്തിനായി. ഇനി തല താഴ്ത്തി നടക്കരുത്. നിന്റെ കണ്ണീരിനും നിന്റെ വിയർപ്പിനും കാലം കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നീ തോറ്റുകൊടുത്ത എല്ലാ വഴികളിലൂടെയും നീ രാജാവായി നടന്നു പോകും. തളരരുത്, തോൽക്കരുത്, ഉറക്കെ പ്രഖ്യാപിക്കുക, എന്റെ സമയം വരും. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ ഇൻസ്പയർഡ്, സ്പാർക്ക് മൈൻഡ്.